സ്പെഷ്യൽ റേറ്റ് കൊടുക്കണം. ന്യൂ ഇയർ ആയിട്ട് എത്ര കൊടുക്കാം? 2400 പറ്റൂല. എന്നാ പിന്നെ 25 രൂപ കുറച്ചോ? പറ്റൂല. എന്നാ പിന്നെ 25 കൂടി കുറച്ചോ? ഓക്കെ. ഹലോ ചങ്ങായിമാരെ, വെൽക്കം ബാക്ക് ടു എവറസിറ്റി മൊബൈൽ ട്രേഡിംഗ് ബർത്ത് 2025 ആദ്യത്തെ വീഡിയോ. അതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസ അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പിടുത്തം വിട്ട ഓഫറാണ് ഇത്തവണ തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നവർക്ക് ഏത് മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി മൊബൈൽ വിലക്ക് കിട്ടുകയും ചെയ്യും. അതിനോട് തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കിട്ടുകയും ചെയ്യും. ആ ഒരു ചാൻസ് കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് പോയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും കാര്യം ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ്, ലൈക്ക്, ഷെയർ ഇതൊന്നും മറക്കാതെ നമുക്ക് ഇതുവരെ എങ്ങനെയാണ് സപ്പോർട്ട് തന്നത് അതേപോലെ തന്നെ മുന്നോട്ട് സപ്പോർട്ട് തരിക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാലോ. നേരെ വീഡിയോയിലേക്ക് പോയാൽ കൂടുതൽ ജനുവരി 1 ആണ് ആദ്യത്തെ വീഡിയോ ആണ്. 2025 ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അതൊന്ന് കലക്കിയിട്ട് കൊടുക്കണം. സാംസങ് തന്നെ തുടങ്ങുന്ന വലുതില് ചെറുത് തന്നെ, കാരണം എല്ലാവരും വേണം നമുക്ക്, കാരണം എല്ലാവരും വേണം. ചെറുത് തന്നെ തുടങ്ങാം. ഐഫോൺ 11 എത്ര കൊടുക്കാം? ഇപ്പോഴും സുലഭമായിട്ട് മാർക്കറ്റിലുള്ള ഐഫോൺ 11 ഒക്കെ പുതിയ വില, യൂസിന്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂസറിന് ഏകദേശം ഇപ്പോഴും 1000-1100 ഒക്കെ വെക്കുന്നത്. അതേ സാധനം നിങ്ങൾക്ക് 128 GB 1 ഇയർ വാറണ്ടി ഉള്ള, ഇതൊക്കെ 1 ഇയർ വാറണ്ടി ആപ്പിൾ വാറണ്ടി ആണ്. ഇതൊക്കെ ആപ്പിൾ വാറണ്ടി 1 ഇയർ വാറണ്ടി ഇട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് 11 എത്ര കൊടുക്കാം? 1300 കൊടുക്കാം. 1300 ദിർഹംസിന് 11 കൊടുക്കാം. 12 ആണെങ്കിൽ 12 വേഗം ആയിക്കോളെ. എത്ര കൊടുക്കാം? 1500 1500 ദിർഹംസിന് 12 കിട്ടും. 1 ഇയർ വാറണ്ടി. ഓക്കെ. 13 1750 1750 13 കൊടുക്കാം. സ്റ്റോക്കാണ്. ഓക്കെ, ഇതെല്ലാം TR. ഓക്കെ, ഇനി 14 2050 TR തന്നെ. ഓക്കെ, എല്ലാം TR ഒറിജിനൽ സാധനമാണ്. ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഇട്ടിരുന്നു, TR ജപ്പാനൊക്കെ ഹോങ്കോങ് എന്ന വ്യത്യാസമാണ്. TR എന്ന് വെച്ചാൽ ഇത് ഒഫീഷ്യലാണ്. ഒഫീഷ്യൽ TDR സ്റ്റോക്ക് ഇവിടുത്തെ ദുബൈയിലെ കിട്ടുന്ന സെയിം സാധനം. ദുബൈന്റെ സാധനമാണ്. ഇതേ സെയിം തന്നെയാണ്. ഇത് ഒരു ഈസിമോ ഒരു ഫിസിക്കലായിരിക്കും. ഇതേ സെയിം തന്നെയാണ് നിങ്ങൾക്ക് ജപ്പാനും ഇന്ത്യയും എല്ലാം വരുന്നത്. അതൊക്കെ ഒരേ കാറ്റഗറിയാണ്. ഇത് ഏത് രാജ്യത്താണ് ഇറങ്ങുക ആ രാജ്യത്തിന്റെ പേര് അല്ല മെൻഷൻ ചെയ്ത് ആ രാജ്യത്തിന് നിബന്ധന കണക്കാർ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാം ആപ്പിൾ വാറണ്ടിയാണ്. അതേസമയം നിങ്ങൾക്ക് ആൻഡ്രോയിഡിലേക്ക് പോകുകയാണെങ്കിൽ S23 അതുപോലെ തന്നെ നിങ്ങൾ സാംസങ് ആണ് എനിവൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് TDR മാത്രമേ കിട്ടുള്ളൂ. കാരണം TDR ഒക്കെ മാത്രമേ ഒഫീഷ്യൽ വാറണ്ടി കിട്ടുള്ളൂ. പിന്നെ ചില ആളൊക്കെ ചോദിക്കുന്നുണ്ട് ഓൺലൈനിൽ നമുക്ക് TDR പകരം കാണുന്നത് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ TDR ആണ്. മിഡിൽ ഈസ്റ്റ് എന്ന് വെച്ചാൽ GCC ആണ്. GCCയുടെ മറ്റൊരു പേരാണ് മിഡിൽ ഈസ്റ്റ്. അത് ഏത് രാജ്യത്തിൻ്റെയോ നിങ്ങൾക്ക് തരാൻ സാധിക്കും. ഇനി ഇന്റർനാഷണൽ ആയിട്ട് വേറെ വരുന്നുണ്ട്. അതാകുമ്പോൾ ലോകത്തിന്റെ എവിടുത്തെ ഭാഗത്തിലെ സാധനം തരാം. പക്ഷെ അതൊന്നുമല്ല വേണ്ടത്. TDR അത് ചോദിച്ചു വാങ്ങാം. TR ആണ് പണ്ടുണ്ടായിരുന്നത്. അത് ഒമാലി ഇപ്പോൾ TR ആണ്. അതുകൊണ്ട് ഇവിടെ വരുന്നത് TDR ആണ്. നിങ്ങൾ ഫോൺ വാങ്ങിയാൽ മാത്രം പോരാ, ഫോണിൻ്റെ പുറത്തൊക്കെ എഴുതുന്നതിന് സുലഭമായിട്ട് എഴുതാൻ സാധിക്കും. സ്റ്റിക്കറും പേപ്പറും കാര്യങ്ങളൊക്കെ. പക്ഷേ ഫോൺ ഓൺ ചെയ്ത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് TDR ഉണ്ടോ എന്ന് കറക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. S23 S24 അതൊക്കെ വാങ്ങുമ്പോൾ കറക്റ്റ് നോക്കണം. TR അല്ലെങ്കിൽ TDR ഉണ്ടോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അതൊക്കെ വാങ്ങാവൂ. ബോക്സ് മാത്രം നോക്കിയിട്ട് വാങ്ങരുത്. അതോടൊപ്പം തന്നെ ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ, കേബിൾ ചേഞ്ച് ആക്കിയിട്ട് കേബിൾ പകരം വെച്ചതാണോ, ഇതൊക്കെ കറക്റ്റ് നോക്കണം. ചെക്ക് ചെയ്തിട്ടേ നിങ്ങൾ വാങ്ങാവൂ. പൈസ നിങ്ങളാണ്, പറയൽ നമ്മളെ ബാധ്യതയാണ്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, നമുക്ക് എന്താ നേരെ 15ലേക്ക് പോവാം. 15ലേക്ക് പോകുമ്പോൾ എത്ര കൊടുക്കാം? 2300 128 256 ആണെങ്കിൽ 2850 ഇന്ത്യ ഉണ്ട്. 2950 TDR ഉണ്ട്. രണ്ടും ഉണ്ട്. ഓക്കെ, അതാണ് 15 പ്ലസ് ആണെങ്കിലോ? 15 പ്ലസ് 2550 2550 കൊടുക്കാം. 2500 3 ദിവസത്തെ ഓഫർ. ഓക്കെ, ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും പ്ലസിന്റെ ബിഗ് സ്ക്രീൻ ആണ്. അറിയാലോ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ബിഗ് സ്ക്രീൻ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 2500 ദിർഹംസിന് TDR അല്ല ഇന്ത്യന്റെ സ്പെക്ക്. ഓക്കെ, TR ആണ് 2750. ഓക്കെ, അപ്പോൾ രണ്ടും പ്രത്യേകം പറയാണ്. പകുതി പറഞ്ഞിട്ട് പകുതി പറയാണ്ടിരിക്കില്ല. കറക്റ്റായിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കസ്റ്റമറിനെ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു സംസാരം, ഇനി വീഡിയോയിൽ വേറെ സംസാരമില്ല. വീഡിയോയിലായാലും ശരി, ഇനി ഇങ്ങോട്ട് വന്നാലും ശരി, ഒരേ സംസാരം. പിന്നെ പ്രത്യേകം പറയുകയാണ്, വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. കാരണം മാർക്കറ്റ് ഡെയിലി മാർക്കറ്റാണ്. പക്ഷെ എന്നാലും പരമാവധി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാങ്ങാം. കാരണം മാർക്കറ്റിൽ അതേ പ്രൈസിൽ കൊടുക്കും നമ്മൾ. ഇതേ പ്രൈസിൽ ഇപ്പോൾ 1-2 ദിവസത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കുഴപ്പമില്ല. അതിന് ശേഷം വരുമ്പോൾ ചിലപ്പോൾ ലീവും കാര്യമെല്ലാം ലീവെല്ലാം വരുന്നതാണ്. ചിലപ്പോൾ കൂടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പരമാവധി നിങ്ങൾക്ക് ഈ റേറ്റിനാണ് തരാൻ വേണ്ടി ശ്രമിക്കും ബൈ ചാൻസ്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എന്ന ഇതിലാണ്. 1-2-3 ദിവസത്തേക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു സ്റ്റോക്ക് മതിയാവുന്നതാണ് വിചാരിക്കുന്നത്. അതിനപ്പുറം പോയിക്കഴിഞ്ഞാൽ മാത്രമേ വിഷയമാവുള്ളൂ. ഓക്കെ, ഇനി 500 കൊടുക്കുക. 256 500 ഏറ്റവും വലിയ മെമ്മറി. ഇനി മെമ്മറി തികയുന്നില്ല. TR സ്റ്റോക്ക് എത്ര കൊടുക്കാം? 3350 ദിർഹംസിന് 512 GB ഐഫോൺ 15 പ്ലസ്.
ഓക്കെ, ഇനി നമുക്ക് പ്രോയിലേക്ക് പോയാണെങ്കിലോ? ഇനി 15 പ്രോയിൽ പോട്ടെ 128 കൊടുക്കാം നമുക്ക്. 3350 TR 3350 3350 TR കൊടുക്കാം 3350. അപ്പോൾ 15 പ്രോന്റെ പ്രത്യേകത അറിയാലോ, നമ്മൾ 15 പറഞ്ഞത് ഇതുവരെ പറഞ്ഞതൊക്കെ AI ഫീച്ചർ നിങ്ങൾക്ക് ഫുൾ വെർഷൻ കിട്ടൂല. ഓക്കെ ഓക്കെ വെൽക്കം. അപ്പോൾ നമുക്ക് AI ഫീച്ചർ ഫുൾ വെർഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 15 Pro മുതൽ മുകളിലോട്ടേ കിട്ടുള്ളൂ. 15 Pro അതുപോലെ 15 Pro Max 16 സീരീസ്. അപ്പോൾ 15 Pro മുതലാണ് തുടങ്ങുന്നത്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും 15 Pro ചോദിച്ചു വന്ന ആൾക്കാരാണ്. അപ്പോൾ 15 Pro തന്നെ വേണമെന്നുള്ള ആൾക്ക് 3350 അത് TDR സ്റ്റോക്കാണ് 128 കൊടുക്കുക. ഇതിന് 3800 കൊടുക്കാം 3800 കൊടുക്കാൻ സാധിക്കും. അതിലപ്പുറം നമ്മൾ 1 TB 512 റേറ്റിന് 1 TB കൊടുക്കാം. 1 TB എത്ര കൊടുക്കാം? 4350 4350 1 TB 1000 GB 1024 GB 1024 GB നിങ്ങൾക്ക് 1 TB ആയിരിക്കും വേണം. 4350 അത് TR സ്റ്റോക്ക്. ഇപ്പോഴും 4500 ഹോൾസെയിൽ ഉണ്ട് വില. ഇപ്പോഴും പുറത്തൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്ത് പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ ശേഷം നിങ്ങൾ സ്റ്റാഫ് ഹോൾസെയിൽ റേറ്റ്. അതേപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം പറയാം സംശയമുള്ള ചിലപ്പോൾ ഇത്രയും വില അതും കമന്റ് വേണ്ടിയിരുന്നു നിങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്? രണ്ട് കാര്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ സ്റ്റിക്കർ, ഇതും ഇപ്പോൾ മാർക്കറ്റിൽ തരികിട സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേബിൾ ചേഞ്ച് ആക്കി ഒക്കെ അറിയാൻ സാധിക്കും. അതിൻ്റെ വേണം നമുക്ക് ലാസ്റ്റ് ലൈറ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ സ്റ്റാഫ് എടുത്ത് വന്നാൽ കാണിച്ചു തരാം. കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാം. ലൈറ്റൊക്കെ അടിച്ച് ചെക്ക് ചെയ്താൽ UV ലൈറ്റ് അടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഓപ്പൺ ആക്കിയോ ഇല്ലെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾ ഏജ് ചെയ്ത് കഴിഞ്ഞാൽ 50-60 ദിർഹംസ് കുറച്ച് നേരം വരും. അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കില്ല, അതിന് ടൈമില്ല. സാധനം വരിക കൊടുക്കുക, അത്രേ ഉള്ളൂ. വരുമ്പം തന്നെ തീരുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിൽ വന്നതാണ്. എനി ടൈം നമുക്ക് അൽഹംദുലില്ലാ കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതുവരെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ സപ്പോർട്ട് തുടർന്നും വരിക. അപ്പോൾ അതിന് കണക്കാർ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫറും തരുന്നുണ്ട്. അപ്പം അങ്ങനത്തൊന്നും ചെയ്യാത്ത അടിപൊളി TDR ഉണ്ട്. അതുപോലെ വാറണ്ടി ചെക്ക് ചെയ്യാൻ നിങ്ങളിത് ഓപ്പൺ ആണോ അല്ലെങ്കിൽ ആക്റ്റീവ് ചെയ്താണോ 1 ഇയർ വാറണ്ടി ചെക്ക് ചെയ്യാൻ നിങ്ങൾ ആരും സഹായമൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ നേരെ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ആപ്പിൾ വാറണ്ടി ചെക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ അടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ഇത് ആക്റ്റീവ് ആണോ, ഇനി വാറണ്ടി എത്ര ബാക്കിയുണ്ട് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരും. ഇതെല്ലാം ഞങ്ങൾക്ക് ഈ സാധനമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോൺ ആക്റ്റീവ് തന്നെ കാണിക്കും. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ചെയ്താൽ എന്നാണോ ആക്റ്റീവ് 1 മാസം കഴിഞ്ഞിട്ട് ആക്റ്റീവ് ചെയ്താൽ അന്ന് മുതലാണ് നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി സ്റ്റാർട്ട് ആവുക. ഓക്കെ, ഇനി മാക്സിൽ പോവാം. നമുക്ക് മാക്സിലേക്ക് എത്ര കൊടുക്കാം? മാക്സ് ഇതാ 256 കൊടുത്തേക്ക് നമ്മൾ 3950 ആണ് നമ്മളെ ലാസ്റ്റ് ഓഫർ. ഇപ്പൊ പുതിയ ഓഫർ അല്ല, 3900 ആണ് കൊടുക്കാം. 3900 100 ദിർഹംസിന്റെ വ്യത്യാസം. 3900 അതായത് നിങ്ങൾക്ക് 256 GB എടുക്കുകയാണെങ്കിൽ ചെറിയ വ്യത്യാസമുള്ളൂ. 3900 ദിർഹംസിന് വാങ്ങാം. എനിക്ക് ഈ ഒരു ഓഫർ എനിക്ക് തോന്നുന്നില്ല ഇതിൽ നല്ലൊരു ഓഫർ എനിക്ക് കിട്ടുമെന്നൊന്നുമില്ല. ഓൾറെഡി 15 പ്രോന്റെ Pro Maxന്റെ ഒക്കെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിലുള്ള സ്റ്റോക്ക് ഇങ്ങനെ വിറ്റ് പോകുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ കളേഴ്സും കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 512 4400 കൊടുക്കാം. 4400 1 TB ഉണ്ട്. അതിൽ 1 TB ഉണ്ട് 4800. ഇനിയിപ്പോ ഒന്നും പറയാതെ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മോഡൽ ഉണ്ട് 14 Pro Max. കുറച്ച് പീസേ വന്നിട്ടുള്ളൂ, അതിൽ തന്നെ കുറെ എണ്ണം വിറ്റുപോയി. TDR സ്റ്റോക്കാണ്. എത്ര കൊടുക്കാം? 3800 കൊടുക്കാം. എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ആരെയും വാങ്ങാത്തോണ്ടെങ്കിൽ അത് വാങ്ങിച്ചോട്ടെ. 14 Pro Max ചില ആൾക്കാർ പറയാം എനിക്ക് 14 Pro Max എന്താണോ ഇപ്പോഴും പറയുന്ന ആൾക്കാർ അത് എന്താണെന്ന് അറിയില്ല. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കാം. എനിക്ക് അതിനെ പുതിയ കിട്ടണം എന്നിട്ട് ചില ആൾക്ക് വന്ന് മടങ്ങി പോകുന്നതൊക്കെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു 1 വീക്ക് മുന്നെയാണ് വന്നത്. എനിക്ക് കുറഞ്ഞ പീസും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം. എനിക്ക് 60ലേക്ക് ഇറങ്ങാം. 60ലേക്ക് എത്ര കൊടുക്കാം? അതാ 16 2750 128. ഓക്കെ, 256 ആണെങ്കിൽ 3150 2750 ദിർഹംസിലൊക്കെ നല്ല റേറ്റ് ആണ്. മാർക്കറ്റിലൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വാങ്ങിക്കോ. നല്ല റേറ്റിലാണ് നിങ്ങൾക്ക് ഈ സാധനം കൊടുക്കുന്നത്. 16 പ്ലസിലേക്ക് പ്ലസിലാണെങ്കിൽ എത്ര കൊടുക്കുക? 3150 128 3150 3150 കൊടുക്കാം. അത് 256 ആണെങ്കിൽ 3600 3600. 512 ആണെങ്കിൽ 3900 ബെസ്റ്റ് ഓഫർ ആണ്. ഓഫർ അതന്നെ പ്രത്യേകിച്ച്. 60 പ്രോയിലേക്ക് പ്രോ നമ്മൾ തകർത്ത് കഴിഞ്ഞിക്കല്ലോ. നല്ല ഓഫറാണ് പോകുന്നത്. 1-2 ആഴ്ചയായിട്ട് എന്താ എങ്ങനെ പോകുന്നില്ല. നമ്മൾ ഇടുന്ന വീഡിയോ ഏതൊക്കെ പോകുന്ന അറിയില്ല. വീഡിയോ നല്ല ഓട്ടം ഓടുന്നുണ്ട്, സാധനം നല്ല ഉണ്ട്. എനിക്കൊന്നൊരു 3-4 ബ്ലോഗേഴ്സ് ഡെയിലി വന്നിട്ടാണ് ഓരോ ദിവസം 1-2 ബ്ലോഗേഴ്സാണ്. അവരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം അവർ പറയുന്നത് വെച്ചാൽ ഏറ്റവും ബെറ്റർ റേറ്റ് നമ്മളെ കൊടുക്കുന്നത്. എന്തായാലും സന്തോഷമുണ്ട് അത് പറയുന്നത് കേൾക്കും. അതുപോലെ കസ്റ്റമർ അതുപോലെ തന്നെ വരുന്നുണ്ട്, അതിനും സന്തോഷമുണ്ട്. എന്തായാലും നമ്മൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നെ തരാൻ പോവാണ്. എത്ര കൊടുക്കാം? ന്യൂ ഇയർ ആയിട്ട് 3600 കൊടുത്തേക്ക് 3600 കൊടുക്കാം. 3600 ദിർഹംസിന് 128 GB കിട്ടും. 4300 ഒഫീഷ്യൽ റേറ്റ് ആണ്. ആ ഒരു സാധനമാണ് നിങ്ങൾക്ക് 3600. 256 എത്ര കൊടുക്കാം? 4000 നമ്മൾ കൊടുക്കണ്ട. 3950 ഓക്കെ, 3950.
4800 ദിറംസോളം വില വരുന്ന സാധനമാണ് നിങ്ങൾക്ക് തരുന്നത്. 3950 iPhone 16 Pro 256 GB. ഓക്കെ പോട്ടെ, ഇത് ഈ കളറെല്ലാം കൊടുക്കാം. എല്ലാം കൊടുക്കാം, 3 കളറും കൊടുക്കാം. പിന്നെന്നാ പറയണ്ടേ. ഓക്കെ അടുത്തല്ലേ ഇനിയിപ്പോ 500 കൊടുത്തേക്ക് എത്ര കൊടുക്കാം? 512470 4700 ദിറംസിന് iPhone 16 Pro 512 1TB ആണെങ്കിൽ 1TB 5250 5250 16 Pro മാക്സിലേക്ക് നേരെ പോവാ. എത്ര കൊടുക്കാം? 250 ഓക്കെ ഹോൾസെയിൽ പ്രൈസ് ഉണ്ട്. ഡിസൈഡ് തന്നെ കൊടുത്തേക്ക്. ഹോൾസെയിൽ പ്രൈസ് തന്നെ തരാൻ പോകട്ടോ. ഹോൾസെയിൽ പ്രൈസിൽ 4250. ഇത് അധിക ദിവസം ഉണ്ടാവില്ല, കാരണം ഈ ഓഫർ കണ്ടാൽ തന്നെ എന്തായാലും വാരിപ്പോവും. അവിടെ വീഡിയോ കാണുന്ന ആൾക്കാർ പെട്ടെന്ന് വന്നു വായിക്കും. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം വന്നാൽ മതി. നിങ്ങൾ വീണ്ടും പറയാണ്, ഒരു ചേഞ്ചസ്, ഒരു കേബിൾ മാറ്റി കളിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സംശയങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു ചേഞ്ചസും വരുത്താത്ത സാധനം നിങ്ങൾക്ക് വില കുറച്ച് തരുന്നത് എന്തെങ്കിലും ചെയ്തിട്ടല്ല, ഒറിജിനൽ സാധനം തരുന്നത് 4250 ദിറംസ്. അത് സ്പെഷ്യൽ കളറായി ഡിസേർട്ട് ആണ്. ഇനിയിപ്പോ പ്രോന്റെ TR എല്ലാവർക്കും ആണെന്നാണ് എനിക്ക്. നമ്മൾ ജപ്പാനേനും 3950 പറഞ്ഞത്. TR നാളെ നമ്മൾ 4200 വരെ കൊടുത്താണ്, 4150 കൊടുക്കാം. ഫോർവേഡ് 50. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞൊക്കെ ജപ്പാനായിരുന്നു. ഓക്കെ, ഇതിൽ TR ചില ആൾക്കാർക്ക് മറന്നു പോയതാണ്, അതിന്റെ അടുത്ത് അത് പറയാൻ വിട്ടുപോയത്. ഓക്കെ കുഴപ്പമില്ല. TR ചില ആൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ TR ജപ്പാൻ ഓൾമോസ്റ്റ് സെയിമിനാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി TR വേണമെന്നുള്ള ആൾക്കാണെങ്കിൽ 15 Pro 256 ഒരു സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് 4150 ദിറംസിന് കൊടുക്കും. ഇനി മാക്സ് 256 മാക്സിലും TR ആണെങ്കിൽ 4450 കൊടുക്കാം നമുക്ക്. ഓക്കെ, മാക്സിൽ അതേപോലെ TR വേണമെന്നുണ്ടെങ്കിൽ ഒരു 200 ദിറംസിന് വ്യത്യാസം വരുന്നുള്ളൂ. 4450 പോയും ആപ്പിൾ സ്റ്റോറിൽ 5100 ദിറംസിലുള്ള സാധനമാണ് നിങ്ങൾക്ക് 4450 കൊടുക്കുന്നത്. ഓക്കെ, TR കിട്ടും. ഇനി ഒഫീഷ്യൽ സ്റ്റോക്ക് ആണോ അല്ലെങ്കിൽ ദുബൈന്റെ സ്റ്റോക്ക് ആണോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. ദുബൈന്റെ എടുത്താലും ശരി, ഇനി നിങ്ങൾ ജപ്പാൻ 5100 പറഞ്ഞ സ്ഥിതിയല്ല. 5100 നമുക്ക് 512 TR കൊടുക്കാം. 512 256 GB റേറ്റില് 512 TR. ജപ്പാൻ എടുക്കുകയാണെങ്കിലോ ജപ്പാൻ 3950 4950 കൊടുക്കാം. 150 പിന്നെയും കുറച്ച് 256 GB 150 ദിറംസ് കുറച്ചിട്ട് നിങ്ങൾക്ക് 512 കിട്ടും. 4950. ഇനി അതന്നെ 1TB 1TB 512 വിലക്ക് നമുക്ക് TR കൊടുക്കാം. TR കൊടുക്കാം. 5950 അതേ റേറ്റ് 1TB 1TB 5950. നിങ്ങൾ പുറത്തൊക്കെ അന്വേഷിച്ചോ, എന്നിട്ട് നിങ്ങൾ നേരെ ഷോപ്പിൽ വന്നായി. ഒരിക്കലും നിങ്ങൾ പുറത്ത് അന്വേഷിക്കണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ പുറത്തൊക്കെ പോയി അതിന്റെ ശേഷം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ എത്രത്തോളം വില കുറവിലാണ് സാധനം തരുന്നത് മനസ്സിലാവും. അതിന്റെ കൂടെ തന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ചോദിച്ചു വരുന്ന സമയത്ത് പല ആൾക്കാരോ ഷോപ്പ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരുപാട് കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പൊ ചില ആൾക്കാർ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇതിന്റെ അരിയെ തന്നെ എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാരണവശാലും വേറൊരു മൊബൈൽ കടയിൽ പോയിട്ട് ഒരിക്കലും അല്ലെ ഇലക്ട്രോണിക് കടയിൽ പോയിട്ട് ഒരിക്കലും ഞങ്ങളുടെ സ്ഥാപനത്തിനെ പറ്റി ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നിങ്ങൾ മറ്റു സ്ഥാപനം പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞു തരും. പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ നേരെ പോയിട്ട് എവറസ്റ്റ് സിറ്റി മൊബൈൽ ട്രേഡിംഗ് തന്നെ അടിക്കണം. ഇതിന്റെ പേരിൽ തന്നെ പല ആൾക്കാർ ഈ ബിസിനസ് ഏതാണ് നടക്കുന്നത് ആ ഷോപ്പിന്റെ പേരിലാണല്ലോ വേറെ ഷോപ്പ് തുടങ്ങുക. അപ്പൊ ഇതിനെ ഓൾമോസ്റ്റ് ആക്കിയിട്ട് മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് എവറസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞൊക്കെ കുറെ കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒരു ഡൗട്ട് വേണ്ട. ബർദുബൈയിൽ എവറസ്റ്റ് സിറ്റി മൊബൈൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു ഷോപ്പാണ്, അത് ഞങ്ങളുടെ സ്ഥാപനമാണ്. നിങ്ങൾ മൊബൈൽ ട്രേഡിംഗ് ഗൂഗിളിൽ അടിച്ചാൽ നേരെ ഞങ്ങളുടെ ഷോപ്പിന്റെ മുന്നിൽ ഗൂഗിൾ മാമ നിങ്ങൾക്ക് കൈപിടിച്ചിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഈസിയാണ്. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഇനി ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ തന്നെ പിൻ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്കിൽ അഷ്കർ മാലിക് ഇതേ പേര് തന്നെയാണ് അഷ്കർ മാലിക്കിന്റെ ചാനൽ പോയാൽ ഫസ്റ്റ് വീഡിയോയിൽ പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വരുന്നത് കറക്റ്റ് നിങ്ങൾക്ക് നടന്നു വന്നിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് വരാൻ സാധിക്കും. പിന്നെ അൽഗുവ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ചാൽ അബ്ര നേരെ ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ബറോഡ ബാങ്കിന്റെ അടുത്താണ്, അസ്റ്റോര ഹോട്ടലിന്റെ അടുത്താണ്. അതുപോലെ തന്നെ പുതിയൊരു ഇത് ഓപ്പൺ ആകുന്ന അംബാസഡർ റെസ്റ്റോറന്റ് ഹോട്ടലിന്റെ അടുത്തായിട്ടാണ്. എല്ലാം നല്ലൊരു തൂക്കിലാണ്. മീനാബദ്ദാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പല ആൾക്കാർ വന്നതാണ്. ഞാൻ ആദ്യമായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിനെ കൂടുതൽ പറയാൻ വിട്ടുപോകുന്നുണ്ട്. സാംസങ് S24 അൾട്ര നമുക്ക് ഇറങ്ങാം. സാംസങ് ഒരുപാട് വെറൈറ്റി എനിക്ക് തോന്നുന്നു അതിലാക്കാട് ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് പോകുന്ന റിയൽമി ആണ്. റിയൽമി 5G ഭയങ്കര മൂവിംഗ് ആണ്. 5G മൊബൈലിൽ നിങ്ങൾക്ക് ആകെ വരുന്ന 499 രൂപ. അത് 1 ഇയർ TDR സ്റ്റോക്ക്. ഇനി അതൊന്നല്ല നമ്മളിപ്പോൾ പുതിയൊന്നും ഇറങ്ങിയിട്ടുണ്ട്. താഴെ എറിഞ്ഞോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വണ്ടി കയറിക്കോ, ഇനി വെള്ളത്തിൽ ഇറങ്ങാം. അതിന്റെ 2 ടൈപ്പ്. ഒന്ന് ഹോണറിന് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ വില കുറഞ്ഞിട്ട് 399 ദിറംസിന് നിങ്ങൾക്ക് റിയൽമിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാം ഒരു 1.5 മുതലാണ്. എല്ലാം TDR ആയിരിക്കും. ഈ കൊടുക്കുന്ന സാധനം ഏത് ആൻഡ്രോയിഡ് എടുത്താലും എല്ലാം TDR ആയിരിക്കും. ചാത്തനല്ല, ഒറിജിനൽ TDR സ്റ്റോക്കിങ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വില കൊടുക്കാം. S23 അൾട്രക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് കൊടുക്കണം. ന്യൂ ഇയർ ആയിട്ട് എത്ര കൊടുക്കാം? 2400.
2400 പറ്റൂല. എന്നാ പിന്നെ 25 രൂപ കുറച്ചോ? പറ്റൂല. എന്നാ പിന്നെ 25 കൂടി കുറച്ചോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2350. ആദ്യമായിട്ട് നിങ്ങൾ തോന്നുന്ന S22 അൾട്രയ്ക്ക് ലാസ്റ്റ് വിറ്റത് 2300 ആ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് 2350 ദിർഹംസിന്. കൺഫേം അല്ല? നഷ്ടം വരുമോ കമ്പനിക്ക്? നഷ്ടം കൊടുക്കാം. എന്തായാലും നമ്മളെ വ്യൂവേഴ്സിന് ധൈര്യത്തിൽ കൊടുക്കാം കേട്ടോ. ചരിത്രം കുടിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ വേണം തന്നെ പോയി ചെക്ക് ചെയ്തോ. 2350 ദിർഹംസിന് TDR. പ്രത്യേകം എടുത്ത് പറയാണ്, പുറത്തത്തെ സ്റ്റോക്ക് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പറഞ്ഞിട്ടൊക്കെ സാധനം കിട്ടും. TDRന്റെ സാധനം കിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ 2350 ദിർഹംസിന് 256 കൊടുക്കാം. 512 512 3000 ദിർഹംസ്. അത് 1 ദിർഹംസ് കൊടുക്കുക. പറയും ഒരു ഇതില്ല. 2950 ആക്കി കളി നമുക്ക് കുറച്ചു. 2950 512 GB. ഇത് നമുക്ക് S24 അൾട്രയ്ക്ക് പോയാലോ? S24 അൾട്ര നമ്മളിപ്പോ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബ്ലാക്ക് കളർ തന്നെ എടുത്താൽ ഇപ്പൊ 2 കളറും കൊടുക്കാം നമുക്ക്. 2850 2850 ഇതിൽ തന്നെ 2 ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ ഒരു ഐറ്റം ഞാൻ മുന്നേ വേറെ വീഡിയോ പറയുന്നത്. അപ്പോൾ എല്ലാം വീണ്ടും പറഞ്ഞിട്ട് വീഡിയോ ലോങ് ആക്കുന്നില്ല. ഇത് പ്രത്യേകം ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണം. കാരണം ഇതിൽ 2 ഐറ്റം വരുന്നുണ്ട്. ആ ഒരു ഐറ്റം തന്നെ എടുക്കുക. നമ്മൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ ചില ആൾ വാങ്ങിക്കൊണ്ടിട്ട് 1 മാസത്തിന് ശേഷം സിം ലോക്കായ സംഭവം വരാം മെസ്സേജ് ഉണ്ട്. അതൊക്കെ നമ്മൾ വേറെ വീഡിയോ കാര്യങ്ങൾ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതിൽ പറയുമ്പോൾ അത് നമ്മളെ പേര് പറഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ആളെ പറഞ്ഞു. പക്ഷെ ആൾ ഒരു 50 ദിർഹംസ് പുറത്ത് ഒരു കുറഞ്ഞ കണ്ടപ്പോൾ അവിടെ പോയി എടുത്തു. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ മെസ്സേജ് ഞങ്ങൾക്ക് വരികയാണ്, നിങ്ങളുടെ ഫോൺ എടുത്ത് ലോക്കായെന്ന്. പക്ഷേ ഞങ്ങൾ കസ്റ്റമർ അല്ല എന്നുള്ള രീതിയിലാണ് അവരുടെ IMEയും കാര്യമൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റത്തിൽ ആര് വാങ്ങിക്കഴിഞ്ഞാൽ IMEയും കാര്യങ്ങളുണ്ടാവും. IM അടിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് വാങ്ങില്ല. ലാസ്റ്റ് വാങ്ങിയവർക്ക് ബില്ലും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഷോപ്പ് വേറെയാണ്, പണി 8ന്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്, ഞങ്ങൾ കൊടുക്കുന്നതിന്റെ പരമാവധി നല്ല റേറ്റിലാണ്. ആൻഡ്രോയിഡ് ഫോൺ നമ്മളെങ്കിലും TRA മാത്രമേ കൊടുക്കുള്ളൂ. TRA കൊടുക്കും. ഏത് ഫോൺ ഒഫീഷ്യൽ സാധനം മാത്രം അതേ കൊടുക്കാൻ പറ്റില്ല. TRA തന്നെ. അതുകൊണ്ടാണ് TRA നിങ്ങൾ പുറത്ത് മാത്രമേ ഇത്. ഇതൊക്കെ TR സ്റ്റിക്കറാണ്. ഈ ഒരു സ്റ്റിക്കർ വേണം നമുക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇതല്ല, ഇതിൻ്റെ അകത്ത് തന്നെ പോയിട്ട് TDRA കറക്റ്റ് ഉണ്ടോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അതൊക്കെ ചെക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് പോയാൽ അതിനെപ്പറ്റി ഫുൾ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് സംശയമുണ്ട്. അപ്പോൾ കൂടുതൽ ലോങ് ആക്കുന്നില്ല. ഓക്കെ. 256 2850. ഇതിന് 512 ആണെങ്കിലോ 3600 കൊടുക്കാം. 3600. 1 TB ആണെങ്കിൽ 1 TB 4450. 4450. ഓക്കെ. ഇനി അതിന്റെ കൂടെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇപ്പൊ ഓണറിന്റെ ഇറങ്ങിയ എല്ലാവരും ഒരുപാട് അഡ്വർടൈസിംഗ് ഉള്ള സംഭവമാണ്. യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. 9X അതിന്റെ ശരിക്കും അടിപൊളി സാധനമാണ്. ഓണർ X9Cന്റെ അടിപൊളി സാധനമാണ്. ഇതിന്റെ കൂടെ തന്നെ അവർ ബഡ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അവർ തന്നെ ഓൺ ബ്രാൻഡാണ്, അതും കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം 1300 ദിർഹംസാണ്. നിങ്ങൾക്ക് പുറത്ത് ഏത് ഓൺലൈനിൽ ചെക്ക് ചെയ്താലും ഈ ഒരു സാധനം ഓഫറായിട്ട് 101 ദിർഹംസ് കുറച്ചിട്ട് 1199 ദിർഹംസിന് കിട്ടും. ഇതിന്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ലല്ലോ. താഴെ വീണാലും ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പോലും ഇത് ഒന്നും ആവില്ല. ഇനി ഐസിൽ ഇട്ടാൽ പോലും ഒന്നും ആവില്ല. വണ്ടി കയറിയാൽ പോലും ഒന്നും ആവില്ല. താഴെ ഇട്ടാൽ ഒന്നും ആവില്ല. ഇനി ഇതിന്റെ ക്യാമറ ഒന്നും ഒരു രക്ഷയില്ലാത്ത ക്യാമറ ആണ്. പിന്നെ ബാറ്ററിന്റെ കാര്യമാണ് 6000 mAh ബാറ്ററിയാണ്. 24 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കണ്ടാലും ഒന്നും ആവില്ല. 24 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെമ്മറി ഇതിന്റെ ബാറ്ററി തീരൂല. അത്രത്തോളം പവറുള്ള ഒരു സാധനം ഈ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് സാധനം അതുപോലെ പറയേണ്ടത് ചീപ്പ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, നമ്മൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് കമന്റ് ബോക്സ് വഴി കമന്റ് ഇടുന്ന ഒരു പിശുക്കും കാണിക്കരുത്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫോളോ ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ എത്രത്തോളം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോ അത്ര സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു വീക്കിൽ വാങ്ങുന്ന എല്ലാവരും ചോദിച്ച് വാങ്ങേണ്ട കാര്യം പറഞ്ഞിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ന്യൂ ഇയറിൻ്റെ കൊടുക്കുന്നുണ്ട്. 1 വീക്ക് വരെ ഈ ഒരു ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പം അതുപോലെ ഈ ഓഫറിൻ്റെ സാധനങ്ങൾ ഒരു 2-3 ദിവസം എന്തായാലും ഈ ഒരു സ്റ്റോക്ക് ഉണ്ടാവും. അതിനുശേഷം ഞങ്ങൾക്ക് ഇതേ റേറ്റിന് കിട്ടാൻ നിങ്ങൾ തരുന്നതായിരിക്കും. അതിൽ കുറച്ച് കിട്ടുന്നതാണ്, കുറച്ചാണ് അങ്ങനെ തരും. ഓക്കെ, അങ്ങനെയും തരും, ഒരു വിഷയമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ പരമാവധി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങുക. കാരണം ഇത് വീണ്ടും പറയുന്നത് മാർക്കറ്റാണ്, ഡെയിലി മാർക്കറ്റാണ്. ന്യൂ ഇയറും സാലറി കിട്ടുന്ന ടൈമൊക്കെയാണ്. പ്രൈസ് മേളോട്ട് പോയാലാണ് ചാൻസ്. ബൈ ചാൻസ് കുറയുകയാണെങ്കിൽ കുറച്ച് നേരം കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും